സോ ഗൈസ് അഭിജിത്ത് ടെക്രീഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മാഷന്മാർ രാത്രി 12 മണി വരെ ഒരു ആളിൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമ നടൻ്റെ ഒരു സിനിമയുടെ ഗ്ലിംസ് കാത്തിരിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല ഗൈസ്, ഇന്ന് ജൂൺ 22 തളപതി ബർത്ത്ഡേ. ഗൈസ് ഇന്ന് വിജയണ്ണൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ജനനായകൻ എന്ന നമ്മുടെ വിജയണ്ണൻ്റെ അവസാനത്തെ മൂവിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ മൂവിയുടെ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ 12 മണി വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇനി ഏകദേശം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ് സംഭവം ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ റണ്ണിങ്ങിലാണ്, ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് സിനിമയെ പറ്റി പറയണമെന്ന് നമ്മൾ സംവിധാനം ചെയ്യുന്നത് പറഞ്ഞാൽ എച്ച് വിനോദാണ്. അതുപോലെ തന്നെ ഇത് മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അനിരുദ്ധാണ്. നമുക്ക് ലിയോയും അതുപോലെ ജയജറും ഇപ്പോൾ കൂലിയൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂലിൻ്റെയൊക്കെ ഇനി ഒരു ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ ഒരു ഫാൻ ബോയ് സംഭവം തന്നെയായിരിക്കും അനിരുദ്ധ ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ KVN പ്രൊഡക്ഷൻസ് കമ്പനിയാണ് ഈ സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ്. തമ്പനിയിൽ ഒരു രക്ഷയില്ലാതെ ഗൈസ്. സീന് പറഞ്ഞാൽ സീനിൽ ലുക്ക് ഒന്നും പറയാനില്ല. ഫസ്റ്റ് ലുക്ക് ഗൈസ് എനിക്ക് തമ്പനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗ്ലിംസ് എന്തായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. റേറ്റ് കിട്ടുമെന്നാണ് കാര്യമില്ല ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ നെഞ്ചിൽ കുടിയിരിക്കോ, ആ വാക്ക് കിട്ടാൻ നമ്മൾ കുറെ കാത്തിരുന്നു. മോനെ പോലീസ് കെട്ടിപ്പ് ഗെത്തലുക്ക് അണ്ണാൻ. അനിരുദ്ധ് മ്യൂസിക് എന്റെ മോനെ ഗൈസ്, എന്തോന്ന് ഷോട്ട് അത്. തലപതി ജനനായകൻ. പൊങ്കലിനാണല്ലോ, പൊങ്കലിന് കാര്യത്തിൽ ഒരു തീരുമാനം കേട്ടോ ഗൈസ്. മാജന്മാരെ കാത്തിരുന്നത് വെറുതെയാണെന്ന് പറയാം. രാത്രി 12 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്ത് നമ്മളെ ഈ ഗ്ലിംസ് കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നത് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ആക്ടറും കൂടിയാണ്. കാരണം വിജയ് അത് ജസ്റ്റ് ഒരു പേര് മാത്രം തന്നെയല്ല, അത് ശരിക്കും അത് ബ്രാൻഡും കൂടിയാണ് എന്നാണ് പറയുന്നത്. കാരണം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മൂവി വരുമ്പോഴാണ് ശരിക്കും തിയേറ്റർ ബേസ് ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഫാൻസിനൊരു ട്രീറ്റ്, വിഷ്വൽസിന് നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരു സംഭവം കിട്ടും. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മോശം അഭിപ്രായം വന്നാലും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വന്നാലും കളക്ഷൻ ബേസ് കയറിക്കൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത്. വിജയ് എന്നത് പേര് മാത്രമാണ്, വെറും പേര് മാത്രമല്ല, ജസ്റ്റ് ബ്രാൻഡും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇത് നിരാശിപ്പിക്കുന്ന ഒരു നെഗറ്റീവും കൂടിയുണ്ട് ഈ സിനിമ വരുമ്പോൾ. വേറെ ഒരു മൂവിയുടെ തെലുങ്കോ കന്നഡ ഏതോ ഒരു മൂവിയുടെ എനിക്ക് പേര് അറിയില്ല കൃത്യമായിട്ട്, അതിൻ്റെ റീമേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് അങ്ങനെ ആയിരുന്നൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, ഒരു പൊട്ടിയ സിനിമ ആയിരുന്നു, ഒരു ദുരന്ത കഥയായിരുന്നു അത്. അപ്പോൾ റീമേക്ക് എടുത്ത സിനിമയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അങ്ങനെ ആകരുത്, റീമേക്ക് അല്ലാതെ നല്ലൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്ക്രിപ്റ്റ് ആയിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ അവസാനത്തെ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് വേറെ ഒരു മൂവി നെക്സ്റ്റ് അനൗൺസ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജനനായകൻ എന്തായാലും പൊങ്കലിന് എടുക്കുകയാണ്. പൊങ്കലിന് എടുക്കുകയെന്ന് പറഞ്ഞാൽ പൊങ്കലത്തെ ഫസ്റ്റ് ഈ ജനുവരി അങ്ങനെ തൂക്ക് കാണാൻ പോവുകയാണ് ഫസ്റ്റ്. അപ്പോൾ അതൊരു പോസിറ്റീവ് റെസ്പോൺസും കൂടി വീണ് കഴിഞ്ഞാൽ 1000 കോടി നിൽക്കില്ല വേണമെന്ന് പറയാം. കാരണം പറഞ്ഞാൽ അവസാനം മൂവിയാണ് വിജയണ്ണൻ്റെ. ഇനി തുടരെ ഈ മൂവികൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ കാത്തിരുന്ന് അല്ലെങ്കിൽ ഉറക്കൊഴിച്ചത് വെറുതെയാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി 2026 അപ്പോൾ പൊങ്കൽ പ്രമാണിച്ചാണ് സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ നല്ല സാധനം തന്നെയാണ്. അപ്പോൾ ഗൈസ് അനിരുദ്ധ് നല്ല മ്യൂസിക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എച്ച് വിനോദാണ് ഈ സംഭവം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും കിടക്കാൻ പോകുന്നത് രാത്രി 12 മണിക്കാണ് അടുത്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംഭവം കിടക്കിയിട്ടുണ്ട്. ഒന്നിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അഭിജിത്ത് സൈനിങ് ഔട്ട്.